ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 3ds മാക്സിന്റെ ഒരു പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലോത്ത് മോഡിഫയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ക്ലോത്തിന്റെ ടെക്സ്ചർ വേണം, പ്രോപ്പർട്ടി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡിഫയർ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച മോഡിഫയേഴ്സിനെ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു മോഡിഫയർ ആണ് ക്ലോത്ത് മോഡിഫയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ അത് ബേസിക്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം, അങ്ങനെ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അതായത് ഇപ്പോൾ എന്താ ഒരു കംഫർട്ടർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, ഇതൊക്കെ പല രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡബിൾ സൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ചെയർ വിത്ത് ക്ലോത്ത് ടെക്സ്ചർ, ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് എന്താ ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ആണ് നോക്കുന്നത്, എങ്ങനെ ക്ലോത്ത് മോഡിഫയർ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒരു എന്താ വിൻഡിന്റെ ഒരു ഫോഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തുണിയാണോ, അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ചാനൽ കാണുന്നെങ്കിൽ, വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു എന്താ MD പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ഇവിടുന്ന് സ്പിയർ എടുക്കുകയാണ്. ഓക്കെ, സ്പിയർ എടുത്തിട്ട് മുകളിലേക്ക് ഇവനെ വരച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അത് ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് നമ്മൾ പ്ലെയിൻ തന്നെ എടുക്കാം. പ്ലെയിൻ എടുത്തിട്ട് ദേ അവന് മുകളിലായിട്ട് വരച്ചു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. എന്താ 0 സെൻറ്ററിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. 0 ഇവിടെ 0 തന്നെയാണ്. ഓക്കെ, നമുക്ക് സെൻറ്ററിൽ വെക്കാം. എന്നിട്ട് ഇവനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഒബ്ജക്റ്റ് താഴെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ മുകളിലുണ്ട്. സോ നിങ്ങളിത് വലിയ പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന് നെയിം കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പം എന്താ അബദ്ധം പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലെയിൻ ഏതാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഏതാണ്, ഇതൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഞാൻ നമ്മുടെ പ്ലെയിൻ സെലക്ട് ചെയ്തു, മോഡിഫൈ ചെയ്തിട്ട് ഇതിന് ക്ലോത്ത് ഒന്ന് കൊടുക്കുകയാണ്. ക്ലോത്ത് എന്ന് കൊടുത്തു. ദെൻ ഇവന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാനൊരു 50 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 60 കൊടുക്കാം. ദെൻ വിഡ്ത്ത് സെഗ്മെന്റ് ഞാനൊരു 60 കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു എന്താ പ്രൊഡക്ഷൻ റെൻഡറിങ് ഒക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ 60 കൊടുക്കുന്നത്, അല്ലാതാണെങ്കിൽ നിങ്ങളൊരു മിനിമം 100 150 ഓക്കെ, ആ ഒരു വാല്യൂ സെഗ്മെന്റ് കൊടുക്കുക. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ക്ലോത്തിന്റെ ടെക്സ്ചറിങ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നും ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് കൊടുത്തു. ഞാൻ F4 പ്രസ് ചെയ്യാമെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് എഡ്ജ് ഫേസ് ആയിട്ടുള്ള അതിന്റെ സെഗ്മെന്റ് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ സെഗ്മെന്റ് കൂട്ടി കൊടുക്കാം, കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടാൻ. ഓക്കെ, അപ്പം ഇത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവനെ സെലക്ട് ചെയ്തു. ഇവനൊരു സ്പിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് നെയിം. അത് കുഴപ്പമില്ല, ഞാൻ ഒബ്ജക്റ്റ് എന്ന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്തു കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അതല്ല, ഞാനിപ്പോൾ കൊടുക്കുന്ന നെയിം എന്തിനാണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഏത് ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്തു. ദെൻ ഇവിടുന്ന് CL എന്ന് ടൈപ്പ് ചെയ്താൽ മതി, നമ്മുടെ ക്ലോത്ത് മോഡിഫയർ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ രണ്ടും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് ക്ലോത്ത് മോഡിഫയർ കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരെണ്ണം കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സോ ഞാൻ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ ക്ലോത്ത് സെലക്ട് ചെയ്തിട്ടാണ് ക്ലോത്ത് മോഡിഫയർ ഓപ്പൺ ചെയ്തത്. സോ ക്ലോത്ത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ 2 സെലക്ട് ചെയ്തത്, അതെല്ലാം 3 ഉണ്ടെങ്കിൽ അത് 3 സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ ആ 3 ഒബ്ജക്റ്റും ഇവിടെ വന്നേനെ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ, അതായത് കുറെ ഒബ്ജക്റ്റ് നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലോത്ത് ഇവിടെ ഉണ്ട്. ദെൻ ആഡ് ഒബ്ജക്റ്റ് കൊടുക്കാം. ആഡ് ഒബ്ജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ അടുത്ത സ്പിയർ എന്നുള്ളത് ഒബ്ജക്റ്റ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കണ്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇവിടെ കണ്ടില്ല എങ്കിൽ, മുകളിലത്തെ ഈ ഐറ്റംസ് ഓഫ് ആയിരിക്കും. ഏതാണോ നിങ്ങളുടെ ഒബ്ജക്റ്റ്, ഇപ്പം എൻ്റെ ലൈറ്റ് ആണെങ്കിൽ ഞാൻ ലൈറ്റ് ഓൺ ആക്കിയാൽ ആ ലൈറ്റ് എല്ലാം ഇവിടെ കാണിക്കും. അതല്ല, ഞാനിപ്പം ജിയോമെട്രി ആണെങ്കിൽ ജിയോമെട്രി ടിക്ക് ചെയ്താൽ ജിയോമെട്രി എല്ലാം കാണിക്കും. അതല്ല, ഷേപ്പ് ആണെങ്കിൽ ഷേപ്പ് കാണിക്കും. ഓക്കെ, മിസ്സിംഗ് ആയാൽ കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഇത് ടിക്ക് ചെയ്ത് മാത്രം ഇട്ടിരുന്നാൽ മതി. അപ്പം ആ ഒബ്ജക്റ്റ് എല്ലാം ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. അപ്പം നമ്മുടെ ആ ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ക്ലോത്ത് ഫസ്റ്റ് സെലക്ട് ചെയ്തു, ദെൻ ഇവിടെ ക്ലോത്ത് ആക്കി. ഇത് ഞാൻ ഇവിടുന്ന് ഒരു പ്രീസെറ്റ് കോട്ടൺ സെലക്ട് ചെയ്തു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൂള്, അതല്ലെങ്കിൽ സാറ്റിൻ, റബ്ബർ, സിൽക്ക്, ഇതെല്ലാം ഉണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ ലോഡ് ചെയ്യാം.
ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. നെക്സ്റ്റ് താഴെ നിങ്ങൾക്ക് പ്രഷറോ ഡാമ്പിങ്ങോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ അത് കൊടുക്കുന്നില്ല ഇപ്പം. ഞാൻ അത് സാധാ നമ്മൾ വേറെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട, താഴെ കൊളിഷൻ ഒബ്ജക്റ്റ് ഉണ്ട്, ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ക്ലോത്ത് പ്രോപ്പർട്ടി കൊടുത്തു, ഒബ്ജക്റ്റിന് കൊളിഷൻ പ്രൊജക്റ്റ് കൊടുത്തു. ഓക്കെ, സോറി, കൊളിഷൻ ഒബ്ജക്റ്റ് കൊടുത്തു. അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റിന് കൊളിഷൻ ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിലാണ്. ഓക്കെ, ദെൻ ഓക്കെ കൊടുത്തു. ഓക്കെ, ദെൻ വീണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 2-3 സ്റ്റിമുലേറ്റ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ലോക്കലാണ്, അതായത് നമുക്കിപ്പം റെൻഡറിങ് ഒക്കെ ഇല്ലേ, അതായത് റിയൽ ടൈം റെൻഡറിങ് ഇല്ലേ, അതുപോലെ ഇത് വീണുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ, അത് നമ്മൾ ബോധേഡ് ആവേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഫൈനലായിട്ട് ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോഗ്രസ് ഉണ്ട്. പ്രോഗ്രസ് ഓഫ് ആക്കിയാൽ നിങ്ങൾക്ക് അത് വീഴുന്ന കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് വീണ് കഴിഞ്ഞിട്ടുള്ളതേ കാണാൻ പറ്റൂ. അതല്ലെങ്കിൽ പ്രോഗ്രസ് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഴുന്ന കാണാൻ പറ്റും. ഓക്കെ, ഞാൻ സ്റ്റിമുലേറ്റ് കൊടുക്കുകയാണ്. സ്റ്റിമുലേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് താഴേക്ക് വീഴുന്നുണ്ട്. കണ്ട, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ എങ്ങനെയാണോ വീഴേണ്ടത്, ആ ഒരു കോട്ടൺ ഒബ്ജക്റ്റ് എങ്ങനെയാണോ വീഴേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിൽ വീഴുന്നുണ്ട്. സോറി, ആ ഒരു പ്രോപ്പർട്ടിയിൽ വീഴുന്നുണ്ട്. കണ്ടില്ലേ താഴെ? അതുപോലെ നിങ്ങൾക്ക് കാണാം ഫ്രെയിം പോകുന്നുണ്ട്. 20 ആയി, 21 ആയി. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഓരോ ഫ്രെയിം വെച്ചിട്ട് 0 മുതൽ 100 വരെ ഫ്രെയിം. അപ്പം ഈ സാധനം 100 വരെ ഓടിച്ചെല്ലും. ഓക്കെ, അപ്പം അതുവരെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഇങ്ങനെ സ്റ്റിമുലേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രാവിറ്റി വേണ്ടെങ്കിൽ ഗ്രാവിറ്റി ഓഫ് ചെയ്യാം. അപ്പോൾ അതിന്റെ യൂണിറ്റ് ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ വാല്യൂസ് ഇവിടെ ചേഞ്ച് ചെയ്യാം. അത് മാറുന്നതനുസരിച്ച് ഒന്ന് മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഞാനിപ്പോൾ ഈ ഹൈറ്റ് വെച്ചിട്ടാണ്, വേറൊരു ഹൈറ്റ് വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഇതിലായിട്ടായിരിക്കും വീഴുന്നത്. അപ്പം ഇതിനെല്ലാം ഒരു ഫിസിക്സിന്റെ ഒരു ഇതാണ്, ടച്ചാണ്. ഓക്കെ, നമുക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്താൽ പോലും, താഴത്തെ സ്പിയർ ഡിലീറ്റ് ചെയ്താൽ പോലും നമ്മുടെ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ ക്ലോത്ത് മോഡിഫയർ എന്ന് പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ താഴേക്ക് വരിക. ഓക്കെ, ഇവിടെ ഇറേസ് സ്റ്റിമുലേഷൻ ഉണ്ട്. അപ്പം ഇറേസ് സ്റ്റിമുലേഷൻ കൊടുത്താൽ സ്റ്റിമുലേറ്റർ ഫ്രെയിം 1ലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് സീക്ക് ചെയ്ത് 0 വെക്കാം. ഓക്കെ, പഴയതുപോലെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ട് വ്യൂ എടുക്കാം. ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് സ്പ്ലൈൻ എടുത്ത് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ടോപ്പ് വ്യൂവിൽ നിന്ന് തന്നെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് നമ്മുടെ ലൈൻ. സോ അതിനെ ഞാൻ പ്രോപ്പർട്ടി വന്നിട്ട് റെൻഡറിങ് എനേബിൾ ഇൻ വ്യൂ പോർട്ട് ആക്കി അതിന്റെ തിക്നെസ് ഞാൻ ഒന്ന് കുറച്ചു. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഒരു നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു ക്ലോത്ത് വരയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ്, അത് ക്ലോത്ത് ആയിട്ട് ഇമാജിൻ ചെയ്യുക. പ്ലെയിൻ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഇതൊരു തുണി ഉണക്കാൻ ഇടുന്ന, അല്ലെങ്കിൽ ഒരു അശ അല്ലെ അയ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അതൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇതിന് നമ്മുടെ സെഗ്മെന്റ് നോക്കുക, ഒരു 60. ഓക്കെ, സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, സെഗ്മെന്റ് ഒക്കെ ഉണ്ട്. സോ നമുക്കിതിനെ ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ നോക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക, CL ക്ലോത്ത് ടൈപ്പ് എടുത്ത് ക്ലോത്ത് എടുക്കുക. ദെൻ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലോട്ട് പോയിട്ട് നമ്മുടെ ഈ പ്ലെയിൻ എന്നുള്ളത് ക്ലോത്ത് മാറ്റി ഏതെങ്കിലും കോട്ടൺ ആക്കാം, അതല്ലെങ്കിൽ വൂളാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ സാറ്റേൺ ആക്കി. ഓക്കെ, എന്നിട്ട് കുറച്ച് പ്രഷർ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് പ്രഷർ കൊടുക്കാം. ദെൻ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഇത് ക്ലോത്ത് പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റിമുലേറ്റ് ചെയ്താൽ ഇത് താഴേക്ക് വീഴും, അല്ലെങ്കിൽ പറന്നു പോകും. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കത്തില്ല. സോ നമുക്ക് ഇതിനെ സ്റ്റിക്ക് ചെയ്യണം. അതായത് ഈ ലൈനിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്തണം. അതിനായിട്ട് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തു, നമ്മുടെ പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ക്ലോത്തിന്റെ
ഇവിടെ ആരോ ഇല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടും എന്തേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുള്ള് ഒരു ബ്ലൂ കളർ ഡോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തേ ആവശ്യമുള്ള എവിടേക്കാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു, അത് റെഡ് കളർ ആയിട്ടുണ്ട്, ആ ഡോട്ട് അല്ല. ദെൻ ഞാൻ അതിനെ മേക്ക് ഗ്രൂപ്പ് കൊടുത്തു, ഗ്രൂപ്പ് 1 കൊടുത്തു, നെയിം കൊടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. അപ്പൊ നമ്മളത് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ദെൻ അതിനെ നമുക്ക് പ്രിസർവ് ചെയ്യണം. ദേ ഇവിടെ താഴെ പ്രിസർവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം അത് സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഇനി അത് അനങ്ങത്തില്ല. നമ്മൾ എത്ര ഞാനിപ്പോ എന്തേ ക്ലോത്തിൽ വന്നിട്ട് ഇവിടെ സ്റ്റിമുലേറ്റ് ലോക്കൽ കൊടുത്താൽ ദേ ഇവിടെ അനങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അനങ്ങുന്നുണ്ട്, പക്ഷെ അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അതൊരു വിൻഡ് കൊടുത്തു നോക്കാം. അതിനായിട്ട് ഞാൻ ദേ ഇവിടുന്ന് വിൻഡ് എടുത്തു. ഇതിന് പിന്നെ മുകളിലേക്ക് കൊണ്ടുപോയി കുറച്ച് റൈറ്റിലേക്ക് കൊണ്ടുപോകാം, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വിൻഡ് സെലക്ട് ചെയ്തു. അവന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെങ്ത് കൊടുത്തു, കുറച്ച് ടർബുലൻസും കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ ഇവനെ സെലക്ട് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് കൊടുത്തു നോക്കാം. ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിവിടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വന്നിട്ട് നമുക്ക് ക്ലോത്ത് സെലക്ട് ചെയ്യാം, സിൽക്ക് കൊടുക്കാം, കുറച്ച് പ്രഷറും ഡാമ്പിങ്ങും കൊടുക്കാം. ഓക്കെ, ദെൻ സ്റ്റിമുലേറ്റ് ലോക്കൽ കൊടുത്തു നോക്കാം. കണ്ടില്ലേ ഇവിടെ ഞാൻ സ്റ്റിമുലേറ്റ് ലോക്കൽ ഓഫ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ നേരത്തെ ആണെങ്കിൽ ഇത് ഫുള്ള് വീഴേണ്ടതാണ്, അല്ലെങ്കിൽ ഫുള്ള് പറന്നു പോകേണ്ടതാണ്. ഞാനിപ്പം ഗ്രൂപ്പ് ആക്കിയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് നിർത്തിക്കുന്നതുകൊണ്ട് ഇത്രയും ഭാഗം ഇവിടെ സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു ഫ്ലാഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറേസ് സ്റ്റിമുലേഷൻ കൊടുത്താൽ ആ സ്റ്റിമുലേഷൻ ഇറേസ് ആയിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലോത്ത് മോഡിഫയറിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.